ഞാനൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം അതിൻ്റെ റീസൺ പറയാം. മകളായ അമിതയുടെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ക്ഷേത്രത്തിലെത്തിയത്. പുറത്തുള്ള വാഹനത്തിൽ നിന്ന് ബാഗ് എടുത്ത് തിരികെ ക്ഷേത്രത്തിലേക്ക് വരുന്നതിനിടെ ഹരികൃഷ്ണനെ പ്രതികളിൽ ചിലർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ ജയകൃഷ്ണൻ ഇടപെട്ട പ്രശ്നം രമ്യമായി പരിഹരിച്ച് പിരിഞ്ഞെങ്കിലും വീണ്ടും വിളിച്ചു വരുത്തിയാണ് ആക്രമിച്ചത്. തടയാനെത്തിയ ജയകൃഷ്ണനെയും ഇവരുടെ ബന്ധുവിനെയും സംഘം മർദ്ദിച്ചു. ഹരികൃഷ്ണനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. തുടർന്ന് തടിക്കഷ്ണം കൊണ്ടുവന്ന് തലയിൽ ശക്തമായി അടിച്ചതോടെ ഹരികൃഷ്ണൻ ബോധരഹിതനാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇത് ചെയ്ത നായിൻ്റെ മോന്മാരുണ്ടല്ലോ, ആ പിഞ്ചു കുഞ്ഞിനെ, അതായത് 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ മകനെ കൊന്ന് നശിപ്പിച്ചു കളഞ്ഞു. അതായത് ഒരു മൃഗത്തിനെ നമ്മൾ കൊണ്ടിട്ട് കൊല്ലുന്നത് പോലെ, മൃഗത്തിനെ പോലും കൊല്ലാൻ പാടില്ല, പാവമാണ്. അതിനെക്കാട്ടിലും ക്രൂരമായാണ് ആ കുഞ്ഞിനെ മർദ്ദിച്ച് കൊന്നിരിക്കുന്നത്. ഈ നായിൻ്റെ മോനെയൊക്കെ ഇതേപോലെ കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെയൊക്കെ ഇതേപോലെ തലക്കടിച്ച് കൊല്ലണം. അല്ലാതെ ഇവനെയൊക്കെ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ട് കുറേ തീറ്റയും കൊടുത്ത് ആഹാരവും കൊടുത്ത് തിന്ന് കൊഴുപ്പിച്ച് പുറത്തിറക്കിയിട്ട് ഒരു കാര്യവുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമം വരണം. എന്ത് തെറ്റാണോ ചെയ്യുന്നത്, ഏത് കൈ കൊണ്ടാണോ ചെയ്യണം, ആ കൈ വെട്ടിയെടുക്കണം. അങ്ങനൊരു നിയമം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ഇവന്മാരെ, ഇല്ലെങ്കിൽ എനിക്ക് വിട്ടതാ ഇവന്മാരെ ഞാൻ തലയ്ക്കടിച്ചല്ലേ യവന്മാരം, തലയിൽ ചിറ്റിയൽ കൊണ്ട് ആണി അടിച്ച് യവന്മാരം നശിപ്പിച്ച് ഭസ്മമാക്കണം. അതായത് ഇവനെയൊക്കെ എന്തിനാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനെയൊക്കെ അപ്പോഴേ കൊല്ലണ്ടേ? ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ ഇവനെയൊക്കെ. ആ കുഞ്ഞ് 18 വയസ്സും, ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതൊരു സാധുവായ ഒരു എളിമയുള്ളൊരു കുട്ടി. ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നോക്കി, സ്കൂളില്ലാത്ത സമയത്ത് ആ കുട്ടികൾ ജോലിക്ക് പോയി, ആ വരുമാനം കൊണ്ടാണ് അവർ, പാവപ്പെട്ട 2 കുട്ടികൾ, അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ നായിൻ്റെ മോന്മാർക്കൊക്കെ എന്തിൻ്റെ അഹങ്കാരമാണ്, എന്തിൻ്റെ കൊഴുപ്പാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ നശിപ്പിച്ചു കൊല്ലാൻ? ഇവനെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവനെയൊക്കെ തലയ്ക്കടിച്ച് അതുപോലെ തന്നെ കൊല്ലണം, ആ സ്പോട്ടിൽ കൊല്ലണമായിരുന്നു. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവരെ അപ്പം കൈകാര്യം ചെയ്തേനെ. എന്തിനാ അവനെയൊക്കെ പോലീസിൽ കൊണ്ടുപോയത്? എന്തിനാ അവനെയൊക്കെ ജയിലിലടയ്ക്കുന്നത്? എന്ത് പ്രയോജനമാണ്? ഒരു കാര്യവുമില്ല. തിന്ന് കൊഴുത്തിട്ട് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അടുത്തൊരു കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടാക്കുക. ഇവനൊക്കെ വെളിനാട്ടിൽ എങ്ങനെയാണോ ശിക്ഷ വിധിക്കുന്നത് അതുപോലെ യവന്മാർക്ക് ശിക്ഷ വിധിക്കണമെന്നാണ് ഞാൻ പറയണത്. ഇവനെയൊക്കെ അതുപോലെ കൊല്ലണം, മനസ്സിലാവുന്നുണ്ടോ? എങ്കിലേ ഇവനൊക്കെ ഇനി സൂര്യോദയം കാണരുത്. കഷ്ടം. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ, ആ വീഡിയോകൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എനിക്കും ഉണ്ട് 3 കുഞ്ഞുങ്ങൾ. അറിയാതെ നമ്മൾ നൊമ്പരപ്പെട്ടു പോവുകയാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ 10 മാസം ജനിപ്പിച്ച് കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർ ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ കൈവിട്ട ആ കുട്ടി പോകുമ്പോൾ നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഒരു സാധുവായ ഒരു കുഞ്ഞ്. അതെന്ത് പാപം ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിനൊരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കതെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഈ നരഭോജികൾ ആ കുഞ്ഞിനെ ഇത് ചെയ്തല്ലോ. ഇവനെയൊക്കെ ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികാരികൾ കണ്ണു തുറക്കും ഇനിയെങ്കിലും. എത്രയോ കേസുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ആർക്കും ഒരു കുലുക്കമില്ലല്ലോ. ഇപ്പോഴും അവനൊക്കെ സുഖിച്ച് മണിയറയിൽ മറ്റേ ചാരികസാരയിലിരിക്കുന്നു. എന്താണ്? അധികാരികളുടെ കണ്ണൊന്ന് തുറക്കും ഇനിയെങ്കിലും. ഒരു തെറ്റ് ചെയ്യുന്നവന് അപ്പം തന്നെ ശിക്ഷ കൊടുക്കണം. അവനെ ജയിലിൽ കൊണ്ടുപോയി തുറങ്കിലടച്ച്, സെൻട്രൽ ജയിലിലടച്ച്, റിമാൻഡിൽ വിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആ സ്പോട്ടിൽ എങ്ങനെയാണോ ആ കുഞ്ഞിനെ അവൻ നശിപ്പിച്ചത് അതേപോലെ ഇവനെ നശിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്ക് ആ നായിൻ്റെ മോനെ. എന്തിനാ അവനെയൊക്കെ ഇങ്ങനെ ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കുന്നത്? ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണ് ബലം? ഒരു ഗുണവുമില്ല. ഒരിക്കലും നീയൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, രക്ഷപ്പെടാനും പോകുന്നില്ല. ആ വീട്ടുകാരുടെ ശാപം, അവരുടെ കണ്ണുനീര്, നീയൊക്കെ ഭസ്മമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങളെ അമ്മ, ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ കണ്ടു, പാവം. സ്ട്രോക്ക് വന്നതാണെന്ന് തോന്നുന്നു. ഒരു സൈഡ് തളർന്നിട്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ആ മനുഷ്യന്, അവരുടെയൊക്കെ മനസ്സിനകത്ത് എത്ര വിങ്ങിപ്പൊട്ടുന്നുണ്ടാവും.
അല്ലേ? ആ കുഞ്ഞുങ്ങൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തല്ലി തകർത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഇത്രയും 10-18 വയസ്സ് വരെ വളർത്തി വലുതാക്കി, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി അവർ ഓരോ ദിവസവും ഇവനൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു, അല്ലെങ്കിൽ മനസ്സ് വന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇമാതിരി ഒരു പ്രോകൃത്തരം ചെയ്യാനായിട്ട് സഹിക്കുന്നില്ല. ആ വീഡിയോകൾ ഓരോന്നും നമ്മൾ എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും ഓൾറെഡി എനിക്ക് ഒരുപാട് ടെൻഷനാണ്. ഇങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറയും. എന്നാലും എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാണാതിരിക്കാൻ കഴിയുന്നില്ല ആ അമ്മയുടെ വേദന. കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, അത്രേ എനിക്ക്